സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് വസ്തു നൽകുന്ന ആളിൻ്റെ പേരിൽ തന്നെയാണോ ഭൂമി എന്ന് ഉറപ്പുവരുത്തുക. വസ്തുവിൻ്റെ അസൽ ആധാരം കാണണം. പിന്നെ ആധാരത്തിൻ്റെ പാർപ്പ് കൊണ്ടുള്ള ഇടപാടുകൾ ഒരു കാരണവശാലും ചെയ്യരുത്. വസ്തുവിൻ്റെ കരമടച്ച രസീതാണ് പരിശോധിക്കേണ്ട മറ്റൊരു രേഖ. പട്ടയക്കാരൻ്റെ പേര് ആ കോളത്തിൽ സ്ഥല ഉടമയുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ ചിലപ്പോൾ മറ്റു വീട്ടുകാർ നടപ്പവകാശം ഉണ്ടാകാം. അതൊക്കെ നോക്കുക. വസ്തുവിന് ലോണോ നിയമപരമായ ബാധ്യതകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ആധാരം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 13 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുത്ത് പരിശോധിക്കണം. സംശയമുണ്ടെങ്കിൽ 30 വർഷം വരെയുള്ള ബാധ്യതകൾ പരിശോധിക്കാവുന്നതാണ്. ലോൺ എടുത്ത വസ്തുവാണെങ്കിൽ ബാങ്കിൽ നിന്ന് ഒഴിവുകുറി അഥവാ റിലീസ് വാങ്ങണം. നിയമപരമായ ഇടപാടുകൾ തീർത്ത രേഖയാണിത്. വിലയെ സംബന്ധിച്ച കാര്യങ്ങൾ ഉടമ വാക്കുമാറാതിരിക്കാനും കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത് മറ്റാരെങ്കിലും വസ്തു സ്വന്തമാക്കാതിരിക്കാനും നമ്മൾ എപ്പോഴും എഗ്രിമെൻ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട ശേഷം ഉടമ പിന്മാറിയാൽ നഷ്ടപരിഹാരത്തിന് നിയമ നടപടിയൊക്കെ നമുക്ക് തുടങ്ങാവുന്നതാണ്. എഗ്രിമെൻ്റ് എഴുതുമ്പോൾ പത്രത്തിൽ അഡ്വാൻസ് തുക, വസ്തുവിൻ്റെ വില, കൈമാറ്റം ചെയ്യുന്നതിനുള്ള സമയപരിധി ഇതൊക്കെ എഗ്രിമെൻറ്റിൽ കാണിക്കുക. 2 സാക്ഷികളും വേണം. രജിസ്ട്രേഷന് മുമ്പ് തന്നെ വസ്തു അളക്കണം. അതിരുകൾ, അളവ് ഇതെല്ലാം കൃത്യമായി ഉറപ്പുവരുത്തണം. രജിസ്ട്രേഷൻ ആക്ടും സ്റ്റാമ്പ് ആക്ടും അനുസരിച്ചുള്ള നിബന്ധനകൾ പാലിച്ച് വേണം ആധാരം രജിസ്റ്റർ ചെയ്യാൻ. ആധാരം തയ്യാറാക്കുന്നതിനായി ഗവൺമെൻറ് ലൈസൻസുള്ള ഒരു ആധാരം എഴുത്തുകാരനെ സമീപിക്കാം. എഗ്രിമെൻ്റ് കാലാവധിക്ക് മുമ്പേ ആധാരം രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആധാരം തയ്യാറാക്കുന്നതിന് മുൻപ് ഡ്രാഫ്റ്റ് എഴുതിയിരിക്കണം. ഇത് വായിച്ച് വസ്തുതകളിൽ പിഴവില്ല എന്ന് ബോധ്യപ്പെടുത്തണം. അടുത്തുള്ള വസ്തുക്കൾ ആരുടെ പേരിലാണെന്ന് കൃത്യമായി മനസ്സിലാക്കി വേണം എഴുതാൻ. ആധാരത്തിൽ വസ്തുവിൻ്റെ വില വ്യക്തമായി കാണിച്ചിരിക്കണം. വില കുറച്ച് കാണിച്ചാൽ വകുപ്പ് തല നടപടികൾ നേരിടേണ്ടി വരും. അസൽ ആധാരം, വസ്തുവിൻ്റെയോ വീടിൻ്റെയോ കരമടച്ച രസീത് എന്നിവ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമാണ്. രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ബന്ധപ്പെട്ട പ്രധാന ചെലവ് സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. രജിസ്ട്രേഷൻ ഫീസ്, ആധാരമെഴുത്ത് ഫീസ് എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചാർജുകൾ. സ്ഥലവിലയ്ക്ക് അനുസരിച്ചാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കുന്നത്. വസ്തു വാങ്ങൽ പൂർണ്ണമാകണമെങ്കിൽ പോക്കുവരവ് എന്നൊരു കടമ്പ കൂടി ഉണ്ട്. വില്ലേജ് ഓഫീസിലെ രേഖകൾ പുതിയ ഉടമയുടെ പേര് ചേർക്കുന്ന നടപടിയാണിത്. പുതുതായി രജിസ്റ്റർ ചെയ്ത ആധാരത്തിൻ്റെ ഒരു കോപ്പി വില്ലേജ് ഓഫീസിൽ കൊടുത്താൽ പോക്കുവരവ് ചെയ്തു ലഭിക്കും. ഞാൻ ഈ വാസ്തുശാസ്ത്രത്തെപ്പറ്റി റീലിടാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, സാധാരണയായ ആൾക്കാർക്ക് ഒരു അവയർനെസ് ഉണ്ടാവുക. നമ്മളിപ്പോൾ എന്ത് വാങ്ങാൻ പോകണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു തിട്ടമുണ്ടാവുമല്ലോ. എന്താണ് വാങ്ങുന്നത്, അതിന് എന്തൊക്കെ ഡ്രോബാക്ക് ഉണ്ട്, അഡ്വാൻറ്റേജസ് എന്തുവാണ്, അതേപോലെ വസ്തുവിനും ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ.